അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ വിഷമമുള്ള ഒരു കാര്യമായിട്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കൊലപാതകം, അതിന് കൊലപാതകം തന്നെ പറയാം, കരുതി കൂട്ടിയിട്ട് അവർ കൊന്നത് തന്നെയാണ് നമ്മൾ പറയണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വാട്സപ്പ് ചാറ്റുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്താ മക്കളെ നിങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നും മനസ്സിലാവണില്ല. പഠിക്കാനുള്ള പ്രായത്തിൽ നിങ്ങൾക്ക് പഠിച്ചൂടെ? നിങ്ങൾ അത്രയും മാരക ആയുധങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നടക്കാനൊക്കെ ആയിക്കണം. നിങ്ങളെ വീട്ടിലിരിക്കണ ഉമ്മമാരും ഉപ്പമാരും നിങ്ങളെ അനിയന്മാരും അനിയത്തികളൊന്നും ഒന്നൊരു നിമിഷമെങ്കിലും നിങ്ങൾക്കൊന്ന് ഓർത്തുകൂടെ? ഇപ്പം ആ ഉപ്പാൻ്റെയും ആ ഉമ്മാൻ്റെയൊക്കെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റണില്ല കേട്ടാ. നമ്മളെ മക്കളെയാണ് നമ്മളപ്പോൾ ആ നിമിഷം ഓർത്തു പോണത്. ആ കുട്ടിക്ക് അത്രയും അടി കിട്ടിയിട്ട് ആ കുട്ടി വീട്ടിൽ വന്നിട്ട് 5 മണിക്ക് പുറത്ത് പോയ കുട്ടിയാണ്. പൊരിച്ചകടി വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചതാണ്. 7 മണിയാകുമ്പോൾ അവൻ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് അവൻ ആ വീട്ടിൽ അവിടെ കുറച്ച് നേരം അവിടെ പോയി കിടന്ന് എന്നിട്ട് പെട്ടെന്ന് ഛർദി വന്നതാണ്. അപ്പം അത്രയും അവൻ്റെ തലയോട്ടിയിൽ അത്രയും അടി കിട്ടിയിട്ട് രക്തം കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവനാ നടന്ന് വരുന്ന ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ നടന്ന് വരുന്ന ആ സമയത്ത് തന്നെ ഇതൊക്കെ തലച്ചോറിൻ്റെ ഉള്ളിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് അവൻ കൂട്ടുകാരനോട് പറയണത്, എൻ്റെ തല പെരുക്കുന്നുണ്ട് എന്ന് പറയുന്നത്, തല വേദനിക്കുന്നുണ്ട് എന്ന് പറയണത്. മക്കളെ, നിങ്ങൾ എന്താണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത്? ഇപ്പം നോക്കി നോക്ക്, അവൻ്റെ ആ 10ാം ക്ലാസ് പരീക്ഷയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അത് സ്കൂളിലുള്ള എല്ലാവർക്കും എത്ര ഒരു വിഷമമുണ്ട് എന്നൊക്കെ. ഇനി പരീക്ഷ അവനെ എഴുതാൻ പറ്റിയിട്ടില്ല, പക്ഷെ അവനിത് ചെയ്ത കുട്ടികളുടെ പരീക്ഷ എഴുതാൻ നിങ്ങൾ സമ്മതിക്കരുത്. പക്ഷേ അതും സമ്മതിക്കും. ഇന്നത്തെ കാലത്ത് അതാണ്. എത്ര കൊലപാതകങ്ങൾ നടത്തിയാലും ഇപ്പോൾ ആർക്കും ഒരു കൂസലില്ല. ഇപ്പം അത്രയും കൊലപാതകങ്ങൾ നടത്തിയ ആ 5 ആൾക്കാരെ കൊന്ന അവനാണ് ഇപ്പോൾ ആശുപത്രിയിൽ കിടന്നിട്ട് ചിരിച്ച് കളിച്ച് വർത്താനം പറയുന്നത്. ഇതിനും തക്കതായ ഒരു ശിക്ഷ കൊടുക്കാത്തതുകൊണ്ടാണ് ഇന്നത്തെ മക്കൾ ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ എടപ്പാൾ ഒരു സ്കൂളിൽ ഇതുപോലെ ഒരു കത്തിക്കുത്തുണ്ടായിട്ടാണ് ആ കുട്ടി കോമയിലാണ് കിടക്കുന്നത്. മക്കൾ സ്കൂളിൽ വരുന്നത് ഇങ്ങനെ മാരക ആയുധങ്ങളൊക്കെ ആയിട്ടാണ് അവർ വരുന്നത്. ഇത് രക്ഷിതാക്കൾ എന്തെങ്കിലും അറിയണ്ട? അവർക്ക് മക്കളെ പിന്നാലെ നടക്കാൻ പറ്റുമോ? അല്ല മക്കളെ മേലെ ഒരു ക്യാമറ വെച്ച് പറഞ്ഞയക്കാൻ പറ്റുമോ? ഓരോ വാട്സപ്പ് ചാറ്റും, ഇൻസ്റ്റയിൽ ഇവർ ഗ്രൂപ്പ് തുടങ്ങുക, അതിൽ കുറേ ചാറ്റ്. പണ്ടൊക്കെ മക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ലും പിടിയൊക്കെ ഉണ്ടാവും, പക്ഷെ ഈ ആയുധങ്ങൾ വെച്ചിട്ടുള്ള പ്രയോഗം അതൊന്നും നല്ലതല്ല മക്കളെ. ഇതിനൊക്കെ തക്കതായ ശിക്ഷ നമ്മളെ നിയമത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. അത് ഉണ്ടാവാത്തിടത്തോളം കാലം ഇങ്ങനത്തെ കൊലപാതകങ്ങളും കത്തിക്കുത്തും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് വരുള്ളൂ. ശിക്ഷ അവർക്കറിയാം, അത് ശിക്ഷ അത്ര വലിയ ശിക്ഷ ഒന്നും കിട്ടൂല. ജയിലിൽ പോയാൽ നല്ല ഭക്ഷണം, നല്ല കാര്യങ്ങൾ, അവിടെ പോയി കിടക്കുക, തിരിച്ചു വരിക. ഇപ്പം വിഷം എന്താണ് പറയുക, അരിഷ്ടത്തിൽ വിഷം കലക്കി കൊടുത്ത അവളിപ്പോൾ കണ്ടില്ലേ, കൊലപാതക ശിക്ഷ കൊടുത്ത ആളിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയണം. അപ്പോൾ ഇതൊക്കെയാണ് ആൾക്കാർക്കൊരു പ്രചോദനമായിട്ട് തോന്നുന്നതേ. കുറേ പൈസ ചിലവൊക്കെ, കുറേ അപ്പീലിൽ കോടതിയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് രക്ഷപ്പെടാന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർക്ക് കിട്ടുന്നത്. ആ പ്രതീക്ഷ കിട്ടുമ്പോഴാണ് ഈ കൊലപാതകങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ തക്കതായൊരു ശിക്ഷ കൊടുക്കണമല്ലേ. ഞാനിന്ന് സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയിട്ടാ. നമുക്കുണ്ടല്ലോ, ഞാൻ അപ്പം തന്നെ വിളിച്ചതിൻ്റെ അനിയത്തി കണ്ടാ. അനിയത്തിയുടെ മോന് ഇപ്പം ഇന്ന് പരീക്ഷ തുടങ്ങല്ലേ, പരീക്ഷയ്ക്ക് പോയിക്കോ, കുട്ടികളവിടെ എന്തെങ്കിലും അടിപിടിയോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൊന്നും ഇടപെടണ്ടട്ടാ, അതിന് ഒഴിഞ്ഞു മാറി പോരെ. ഇനി പരീക്ഷ കഴിഞ്ഞതിൻ്റെ ലാസ്റ്റ് ദിവസമൊക്കെ അവർ പക തീർക്കാനുള്ളവരോടൊക്കെ പക തീർക്കുന്ന സമയങ്ങളൊക്കെയാണ്. അല്ലാതെ അവർ സ്കൂളിൽ പോകണത് പഠിക്കാൻ മാത്രമല്ല. ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരൊക്കെ പോകുന്നത്. അപ്പം ഞാൻ അനിയത്തിയോട് വിളിച്ച് പറഞ്ഞു, അവനോട് പറഞ്ഞാളെ മറ്റുള്ളവർ കിടന്ന് തല്ലൂടുമ്പോൾ അതിൻ്റെ ഇടയിലൊന്നും പോകണ്ട. ചിലപ്പോൾ നിരപരാധിയായ ആൾക്കാർക്കാവും ചിലപ്പോൾ ഇങ്ങനത്തെ ഓരോ ശിക്ഷകളൊക്കെ കിട്ടുക. നമ്മൾ ചിലപ്പോൾ ആ സമയത്താവും അതിൽ പോയിട്ട് ഇടപെടുക. അപ്പോൾ നമുക്കാവും ചിലപ്പോൾ അപ്പോൾ കിട്ടുക. അപ്പം അതിന് നിൽക്കണ്ട, അതിനൊക്കെ ഒഴിഞ്ഞു മാറി പോരട്ടാന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. എന്തായാലും നമുക്ക് പടച്ചോനോട് പറയാനേ പറ്റുള്ളൂ. പക്ഷേ നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് തക്കതായ
ഒരു ശിക്ഷ ഇങ്ങനത്തേനൊക്കെ കൊടുക്കണം കേട്ടോ. ചെറിയ മക്കളാന്നൊക്കെ വിചാരിച്ചിട്ട് അവരെ വെറുതെ വിടരുത്. ഇന്ന് ഇത്രയും ചെയ്ത മക്കൾ കുറച്ചുകൂടി വലുതാവുമ്പോൾ അവരെന്താവും? ഇന്ന് ഇത്രയും ചെയ്തിട്ട് ആ കുട്ടീനെ കൊന്ന്. അപ്പോൾ ഇവരൊക്കെ കുറച്ചുകൂടി വളർന്ന് വരുമ്പോൾ ഒരു +2 ഡിഗ്രിയൊക്കെ എത്തുമ്പോൾ ഇവരൊക്കെ എന്താവും? അപ്പോൾ അതിനുള്ള തക്കതായ ശിക്ഷ കൊടുക്കണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ തിരുത്തുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.